ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ക്രോഷ്യ ഹാർട്ടിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു വേറൊരു ഹാർട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുമ്പോൾ കുറച്ചും കൂടെ എളുപ്പം ആ ഒരു ഹാർട്ട് ചെയ്യാനാണ് കേട്ടോ. ഇത് കുറച്ചൊരു ടഫായിട്ടുള്ളൊരു സംഭവമാണ്. കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊക്കെ തോന്നും, പക്ഷേ ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. ഇനി ചെയ്യുന്നവർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇത് ചെയ്യാനായിട്ട് അക്രിലിക്കിൻ്റെ ഈ ഒരു യാണും അതുപോലെ തന്നെ 4mm ഹുക്കും ഒരു ത്രെഡ് കട്ടറും പിന്നെ ഒരു നീഡിലും സ്റ്റിച്ച് മാർക്കറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് മാജിക് റിങ് ചെയ്തിട്ട് വേണം എന്തൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഫിംഗറിൽ ഇതുപോലെ ഒരു എക്സ് ഷേപ്പിൽ യാണിനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചുറ്റിയ യാണിൻ്റെ അടിയിലൂടെ ഹുക്കിനെ പാസ് ചെയ്ത് രണ്ടാമത്തെ യാണിനെ വലിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫിംഗറിന് ഇതുപോലെ ഒന്ന് പതിയെ ഊരിയെടുക്കുക. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മൾ മാജിക് റിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാജിക് റിങ്ങിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ, കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ആ ഒരു നൂലിനെ യാണിനൊന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് മാജിക് റിങ്ങിൻ്റെ സൈസ് ഒന്ന് കുറക്കാനായിട്ടൊക്കെ പറ്റും. ഇനി നമുക്ക് മാജിക് റിങ്ങിലേക്ക് ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് നമ്മൾ മാജിക് റിങ്ങിലൂടെ ഹുക്കിനെ പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. എന്നിട്ട് വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ആ ഒരു ഹുക്കിന് മുകളിലുള്ള 2 ലൂപ്പിൽ കൂടെ നമ്മൾ വലിച്ചെടുത്താൽ നമുക്ക് സിംഗിൾ ക്രോഷ്യ റെഡിയായി. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ഒരു ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാനുള്ളത്. ആദ്യം യാൺ ഓവർ ചെയ്തിട്ട് മാജിക് റിങ്ങിലൂടെ ഹുക്കിനെ പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പോൾ 3 ലൂപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ ആദ്യം യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ എടുക്കുക. എഗെയിൻ വീണ്ടും രണ്ടാമത്തെ ലൂപ്പിൽ കൂടെ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. ഇനി നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ ഹുക്കിനെ 2 തവണ യാണിനെ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കണം. നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യം ചെയ്യുമ്പോൾ നമ്മൾ 1 തവണയാണ് ചുറ്റുക. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യയിൽ 2 തവണ ചുറ്റിയിട്ട് മാജിക് റിങ്ങിലൂടെ ഹുക്കിനെ പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ 4 ലൂപ്പ്സ് കിട്ടും. യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ എടുക്കുക. എഗെയിൻ വീണ്ടും 2 ലൂപ്പിൽ കൂടെ എടുക്കുക. ലാസ്റ്റ് വീണ്ടും ഒന്നും കൂടെ യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിൽ കൂടെ എടുത്താൽ ഒരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് റെഡിയായി. ഇങ്ങനെ നമുക്ക് ബാക്കി 2 ട്രിപ്പിൾ ക്രോഷ്യം കൂടെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ആദ്യം ഹുക്കിനെ യാൺ ഓവർ ചെയ്തെടുക്കുക. മാജിക് റിങ്ങിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുക്കുമ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ എടുക്കുക, യാൺ ഓവർ ചെയ്തിട്ട് അഗെയിൻ വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് മറ്റേ ലൂപ്പിൽ കൂടെ എടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഞാൻ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയില്ല. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാജിക് റിങ്ങിൻ്റെ സൈസ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കൊടുക്കാനായിട്ട് നമുക്ക് ആ ഒരു ടെയിൽ എൻഡ് പിടിച്ചൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ മാജിക് റിങ്ങിൻ്റെ സൈസ് കുറക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ബേസിക് സ്റ്റിച്ചസ് അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടു നോക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം.
4 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വീണ്ടും 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള യാൺ നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടാവും എന്നറിയില്ല. ഒരു ലൈറ്റ് പർപ്പിൾ കളറാണ്, ഒരു ഗ്ലേസിംഗ് ഒക്കെ വരുന്ന രീതിക്ക്. അപ്പോൾ മാക്സിമം ക്ലിയറിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. മൂന്ന് ട്രിപ്പിൾ ക്രോഷ്യ കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഫസ്റ്റ് ഹാർട്ട് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാജിക് റിങ്ങിൻ്റെ ആ ഒരു ടെയിൽ എൻഡ് ഇല്ലേ, അത് പിടിച്ചൊന്ന് വലിച്ചു കൊടുത്താൽ ആ ഒരു റൗണ്ട് സെൻറ്ററിലുള്ള ഹോളൊന്ന് ക്ലോസ് ആയിട്ട് കിട്ടാനായിട്ടാണ് നമ്മളത് വലിച്ചു കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് വലിച്ചു കൊടുക്കണേ. അപ്പോൾ നമുക്കിതുപോലെ ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള സിംഗിൾ ക്രോഷ്യ ഇല്ലേ, അതിലേക്ക് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ടാണ്. ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മളെ സ്റ്റിച്ചസിൻ്റെ ഹൈറ്റൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ 2 ഉം 3 ഉം ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഹുക്കിനെ യാൺ ഓവർ ചെയ്ത് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുക്കുക. 3 ലൂപ്സ് കിട്ടും. യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പിൽ കൂടെ വലിക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. 4 സ്റ്റിച്ചിലേക്കാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നത്. ഓരോ സ്റ്റിച്ചിലേക്കും 2 ഡബിൾ ക്രോഷ്യ വീതം 4 സ്റ്റിച്ചിലേക്ക് കേട്ടോ. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. 4 സ്റ്റിച്ചിലേക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. അങ്ങനെ 4 സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു. ഇനി 5ാമത്തെ ആ ഒരു സ്റ്റിച്ചിലേക്ക് നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഹാഫ് ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയി. ഇനി ഒരു ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ വീണ്ടും സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾക്ക് ഏകദേശം ഇപ്പോൾ നമ്മളുടെ സെക്കൻഡ് റൗണ്ടിൽ ഒരു ഹാഫ് ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി പോർഷനും കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാണ്ട്. ഇനി നമുക്ക് അടുത്ത 4 സ്റ്റിച്ചിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട്. കുറച്ച് സ്റ്റോറേജിൻ്റെ ഇഷ്യൂ, അതുപോലെ തന്നെ ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ 4 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്ക് വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം.
ദെൻ നമ്മൾ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കണം. തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ ചെയ്തതിന് ശേഷം ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇതേ ഈ കാണുന്ന സ്റ്റിച്ചില്ലേ, അതിലേക്കാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നത്. ഇനി സെയിം സ്പേസിലേക്ക് തന്നെ വീണ്ടും നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത 4 സ്റ്റിച്ചിലേക്കും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. അതായത് ഒരു സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. ഇൻക്രീസിങ് ആണ് കേട്ടോ. 4 സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യത്തെ സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ, അടുത്ത സെക്കൻഡ് സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ, അങ്ങനെ 4 സ്റ്റിച്ചിൽ നമുക്ക് ഈ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. അങ്ങനെ 4 സ്റ്റിച്ച് കംപ്ലീറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അതേ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കുക. അതേ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത 5 സ്റ്റിച്ചിലേക്ക് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. അങ്ങനെ 5 സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അതേ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ നമ്മൾ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതേ സ്റ്റിച്ചിലേക്ക് തന്നെ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത 5 സ്റ്റിച്ചിലേക്ക് ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് കുറേയൊക്കെ ശ്രദ്ധിച്ചിട്ട് കാണണം കേട്ടോ, എന്നാലുള്ളൂ നിങ്ങൾക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് കിട്ടാനായിട്ട് പറ്റുള്ളൂ. കാരണം എനിക്ക് തന്നെ ഇത് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഓരോ സ്റ്റിച്ച് മാറി മാറി വരുമ്പോൾ.
അപ്പോൾ അതുകൊണ്ടാണ് ബിഗിനേഴ്സിനോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ 5 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സ്റ്റിച്ചും കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ വീതം 4 സ്റ്റിച്ചിലേക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ വീതമാണ് കേട്ടോ. അങ്ങനെ 4 സ്റ്റിച്ചിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. സെയിം സ്പേസിലേക്ക് തന്നെ നമ്മൾ വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ക്ലോസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിലേക്ക് തന്നെ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സിംഗിൾ ക്രോഷ്യ ഇല്ലേ, ആ ഒരു സ്റ്റിച്ചിലേക്ക് നമുക്ക് ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ യാണ് കട്ട് ചെയ്യുന്നതിന് മുൻപേ ഒരു ചെയിനും കൂടെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ യാണ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. യാണ് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ടൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക. ടൈറ്റായിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ സെക്യൂർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ ഒരു യാണിനൊക്കെ നമുക്ക് ഇതുപോലെ നീഡിൽ കോർത്തിട്ട് അതിലേക്ക് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹാർട്ട് ഷേപ്പിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ നീഡിലിനെ ഒന്ന് കോർത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ക്രോഷ്യ ഹാർട്ട് മേക്കിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ബേസിക് സ്റ്റിച്ചസ് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ലിങ്ക്. അപ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ കുറച്ച് കൺഫ്യൂഷനുള്ള സംഭവമാണെന്നുണ്ടെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.